കർഷക സഭയും ഞാറ്റുവേല ചന്തയും പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഞാറ്റുവേല എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. ഈ സമയത്ത് നടുത്തമ്മമാണ് എന്നാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നമ്മൾ കരുതി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കർഷകർക്ക് ഏറ്റവും നല്ല നടീവസ്തുക്കൾ ഗവൺമെൻറ് സമയബന്ധിതമായിട്ട് ഗുണമേന്മയുള്ള തൈകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളിവിടെ ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ, നമ്മുടെ കാർഷിക സർവേലാറ്റങ്ങളിൽ നിന്നുള്ള വിത്തുകൾ, അതുപോലെ ജൈവ വളങ്ങൾ, ജൈവ ജീവാണു വളങ്ങൾ, പച്ചക്കറി തൈകൾ ഇവയെല്ലാം തന്നെ മിതമായ വിലയിൽ വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് നടത്തുന്നത് നമ്മുടെ കുന്നമംഗലം കാർഷിക കർമ്മസേനയുടെ ലക്ഷ്യസ്ഥാനം വഹിക്കുന്നത് കുമാർ അവர்களാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കുമ്മൽ അവர்களാണ്. പ്രസിഡന്റിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. പരിപാടി ഗുണമേന്മയുള്ള കൈകളെല്ലാം എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കൈകൾ ലഭ്യമാക്കാൻ എല്ലാവരും ഈ പരിപാടിയിൽ നല്ല രീതിയിൽ പങ്കെടുക്കുകയും പറയാൻ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് മറ്റു ജനപ്രതിനിധികൾ പ്രിയപ്പെട്ട കാലാവസ്ഥ അത്ര അനുയോജ്യമല്ല. ഓഫീസർ സൂചിപ്പിച്ചതുപോലെ ഞാറ്റുവേല എന്ന് പറയുമ്പോൾ നമ്മുടെ കാലാവസ്ഥ എല്ലാ നടീവസ്തുക്കൾക്കും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് കാലാവസ്ഥയുടെ പ്രത്യേകത തന്നെയാണ് ഈ സമയത്ത് ഏത് കൃഷിയും നമ്മൾ നടുന്ന സാഹചര്യത്തിൽ അത് ഏറ്റവും വൃത്തിയോടുകൂടി വളരാനുള്ള സഹായകരമായ അനുകൂലമായിട്ടുള്ള സാഹചര്യം സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വില കുറച്ച് ആശ്വാസകരമായ വിലയ്ക്ക് ഇവിടെ ലഭ്യമാണ്. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും എല്ലാം നൽകിയിട്ടുള്ള എല്ലാ നടീവസ്തുക്കളും വളരെ മെച്ചപ്പെട്ടതായിരുന്നു എന്നാണ് കർഷകർ പിന്നീട് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരമാവധി ഇതെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സബ്സിഡിയോടുകൂടി ലഭിക്കുന്ന എല്ലാ കാർഷിക സൗകര്യങ്ങളും നന്നായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിക്കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ആശ്വാസകരമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പദ്ധതി വിഹിതത്തിൻ്റെ 30% നമ്മൾ പ്രധാനമായും ചെലവഴിക്കുന്നത് കാർഷിക മേഖലയിലാണ്, ഉൽപ്പാദന മേഖലയിലാണ്. അത് ഈ നാട്ടിലെ സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. സർക്കാരിൻ്റെ വളരെ കൃത്യമായ നിർദ്ദേശമാണ്. പദ്ധതിയുടെ സ്ഥാപനങ്ങളുടെയും പ്രത്യേകിച്ച് ഇടക്കാലത്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ സൗകര്യം വീണ്ടും മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറേയധികം ആശ്വാസം കർഷകർക്ക് ലഭ്യമാകുന്നതാണ്. പ്രത്യേകിച്ച് ആധുനിക സാങ്കേതിക വിദ്യ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഇതിലൂടെ ലഭ്യമാകുന്നത് അതെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യയായ പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു. നല്ല ഗുണമേന്മയുള്ള വിത്തുകളും തൈകളും ഒക്കെ തന്നെയാണ് ഇവിടെ രംഗത്തിനായിട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഞാറ്റുവേലയും എല്ലാ കൃഷിയും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഇതിൻ്റെ ഗുണമേന്മ ഉണ്ടാകുന്നത് മാത്രം